الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഈ മാസത്തിൻ്റെ ഇസ്ലാമികമായ സവിശേഷതകളോടൊപ്പം നമ്മൾ മുഹറവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യത്തെ ഭാഗം പരിശുദ്ധമായ ഈ മാസവും ഇസ്ലാമിക കലണ്ടറും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആ ഇസ്ലാമികമായ കലണ്ടറിൻ്റെ രൂപകൽപ്പന സത്യത്തിൽ മുസ്ലിമീങ്ങളായ നമ്മൾ ചെറിയ രൂപത്തിലെങ്കിലും ഒരു ധാരണ ഉണ്ടാകൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. അതുകൊണ്ട് തന്നെ ഒരു ചരിത്രം എന്നുള്ള നിലയിൽ ആദ്യത്തെ ഭാഗം അല്പം ശ്രദ്ധയോടുകൂടി മനസ്സുകൊടുത്ത് കേൾക്കേണ്ട ഒരു ഭാഗമാണ്. എങ്ങനെയാണ് ഇസ്ലാമികമായ കലണ്ടർ ഉണ്ടായത്, എന്നാണിതുണ്ടായത്, എങ്ങനെയാണ് ഇന്ന് നമ്മൾ കണക്കാക്കുന്നത് പോലെ ഈ ഒരു ക്രമം ആരാണിതിനുണ്ടാക്കിയത്, എന്താണതിൻ്റെ മാനദണ്ഡം. നമ്മുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്നോ പഠിക്കേണ്ടതാണ്. എങ്കിലും ഒരു ഹ്രസ്വമായ ആ ഒരു ചരിത്രം നമ്മൾക്കറിയേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിൽ അന്ന് കലണ്ടറില്ല. മറിച്ച് അവർ വർഷങ്ങളെ കണക്കാക്കിയിരുന്നത് ആനക്കലഹ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മക്കയിലെ മുഴുവൻ ആളുകൾക്കും മറക്കാൻ കഴിയാത്ത അവരുടെ ജീവിതാനുഭവമാണ് യമനിലെ ഭരണാധികാരിയായ അബ്രഹത്ത് കഅബാലയം പൊളിക്കാൻ വേണ്ടി ആനകളുമായി വരികയും അവസാനം അള്ളാഹു അബാബീലുകളെ പറഞ്ഞയച്ച് ചണ്ഡികളെപ്പോലെ അവരെ നാമാവശേഷമാക്കുകയും ചെയ്ത, അത് കണ്ണുകൊണ്ട് നേർക്കുനേരെ കണ്ട അവരുടെ കലണ്ടറിന് പകരം അവർ അന്ന് ഉപയോഗിച്ചിരുന്നത് ആമുൽ ഫീൽ, ആനക്കലഹ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ പറയലായിരുന്നു. അവര് പറയാറുണ്ടായിരുന്നത്
ഞങ്ങളുടെ വീട് വെച്ചത് ആനക്കലഹ വർഷത്തിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെയാണ് അവർ പറയാ. വർഷം അങ്ങനെ അവർ കണക്കാക്കി. എനിക്ക് കുട്ടി ഉണ്ടായത് ആനക്കലഹത്തിന് ശേഷം 8ാമത്തെ വർഷമാണ്. ഇതായിരുന്നു അന്നത്തെ കലണ്ടർ. അള്ളാഹുവിന്റെ അലംഘനീയമായ ഒരു അനുഗ്രഹമായി അതേ വർഷമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച്. അതുകൊണ്ടാണ് നമ്മൾ മദ്രസയിൽ പഠിച്ചത് പ്രവാചകൻ എന്നു ജനിച്ചു എന്നുള്ളത് നമ്മൾ വർഷമല്ല പഠിച്ചത്, ആനക്കലഹ വർഷത്തിലാണ് പ്രവാചകൻ ജനിച്ചത്. അതുകൊണ്ടാണ് സഹാബാക്കൾ ഇസ്ലാമിക ചരിത്രം വായിക്കുന്നിടത്തൊക്കെ കാണാം ആനക്കലഹം 40ാം വർഷമാണ് വഹി ഇറങ്ങിയത്, ആനക്കലഹം 52ാം വർഷമാണ് മദീനയിലേക്ക് ഹിജറ പോയത്, ആനക്കലഹം 55ാമത്തെ വർഷമാണ് ബദർ ഉണ്ടായത്. ഇതെല്ലാം പിന്നീട് ഇസ്ലാമിക രാജ്യം വികസിച്ചു. മദീനയിൽ ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായി. അപ്പോഴേക്കും ഇസ്ലാമിക രാജ്യം വന്നു. ഒരു രാജ്യം വന്നാൽ നമ്മുടെ മനസ്സിലുണ്ടാകണം, ചരിത്രമായതുകൊണ്ട് കൂടെ ഉണ്ടാകണം. രാജ്യമാകുമ്പോൾ നിയമമുണ്ടാകും, കത്തുകൾ ഉണ്ടാകും, ഉടമ്പടികൾ ഉണ്ടാകും, രേഖകൾ പ്രധാനമാണ്, ഡേറ്റുകൾ പ്രധാനമാണ്, സെക്കൻഡുകൾ പോലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തും ഇതുപോലെ പോയി. പ്രവാചകന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം 2 വർഷവും ഏതാനും മാസങ്ങളും ഇസ്ലാം ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. എന്നാൽ അതിനുശേഷം 2ാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ അല്ലാഹുവിന്റെ കാലഘട്ടത്താണ് ഇസ്ലാമിന്റെ ഭരണകാലഘട്ടത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം. റോമ, പേർഷ്യ, ഇറാഖ്, ഇറാൻ, ശ്യാം, സിറിയ, ചരിത്രത്തിന്റെ രേഖകളിൽ പാകിസ്ഥാൻ വരെ ഇസ്ലാമിന്റെ വ്യാപനമുണ്ടായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്താണ് എന്ന് കാണാം. അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അവിടെയെല്ലാം ഇസ്ലാം വ്യാപിക്കുകയും അവിടെ മഹാഭൂരിപക്ഷം സ്ഥലത്തും ഇസ്ലാമിക ഭരണാധികാരികൾ വരികയും ചെയ്തു. അവർക്ക് എങ്ങനെയാണ് ഇസ്ലാമിക ഭരണം നടപ്പിലാക്കേണ്ടത്, എങ്ങനെയാണ് ജോലികൾ ചെയ്യേണ്ടത്, എന്താണ് ഇസ്ലാമിന്റെ ശിക്ഷാരീതികൾ, എങ്ങനെയാണ് ഇസ്ലാമിന്റെ നികുതി രീതികൾ, എല്ലാം ഖലീഫയിൽ നിന്ന് കത്തുകൾ പോകണം, ദൂതന്മാരെ പറഞ്ഞയക്കണം. ഗവർണർമാരിലേക്ക് ഖലീഫയിൽ നിന്ന് ദൂതന്മാരെ പറഞ്ഞയക്കണം. വലിയ പ്രയാസമായി. എന്തുകൊണ്ടെന്നറിയുമോ? ഡേറ്റ് ഇല്ല, വെറും മാസവും ദിവസവും മാത്രമാണ് എഴുതുക. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഗവർണറായിരുന്നു. ഖലീഫയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ടൊരു വലിയ പരാതിയായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഗവർണർമാർ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട് ഖലീഫ. എന്താ പ്രശ്നം? നിങ്ങളൊരു കത്തെഴുതും, അറിയിപ്പ് ഞങ്ങൾ അറിയിക്കും, അതിൽ ശഅബാൻ 15-ന് ഇന്നതു ചെയ്യണം രാജ്യത്ത് എന്നായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഏത് വർഷത്തെ ശഅബാനിലാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം കത്ത് ഞങ്ങളിലേക്ക് കിട്ടുമ്പോൾ ചിലർക്ക് ശഅബാനിന്റെ മുമ്പ് കത്ത് കിട്ടിയിട്ടുണ്ടാകും. അവർ ആ വർഷം ശഅബാനിൽ നിങ്ങൾ കത്തിലെഴുതിയതുപോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കും. എന്നാൽ ചിലർക്ക് കത്ത് കിട്ടുന്നത് ശഅബാനിന് ശേഷമായിരിക്കും. അവർ കരുതുന്നത് അടുത്ത വർഷം ശഅബാനിലായിരിക്കും ഈ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് എന്നാണ്. ചില സമ്പത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്നിടത്ത് നിങ്ങൾ മാസങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി പറയും. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഏത് വർഷമാണ്. ചില ശിക്ഷാ നടപടികൾ ഉണ്ടാകും, ആദ്യം ശിക്ഷിക്കേണ്ടത്, പിന്നെ ശിക്ഷിക്കേണ്ടത്. അതിൽ നിങ്ങളുടെ കത്തിൽ ഈ മാസം ഇന്നയാളെ ശിക്ഷിക്കണമെന്നുണ്ടാകും. കത്ത് കിട്ടുമ്പോഴേക്കും ആ മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് അവസാനം ശിക്ഷിക്കേണ്ട ആളെ ആദ്യം ശിക്ഷിക്കേണ്ടി വരികയാണ്. ഇതിനൊരു പരിഹാരമുണ്ടാകണം. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണർമാരിൽ പ്രധാനികളായ ആളുകളെ വിളിച്ചു ചേർത്തു. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ സിസ്റ്റം. ഒരാൾ തീരുമാനിക്കുകയല്ല, ഞാൻ അമീറുൽ മുഅ്മിനീനാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നല്ല. ഖലീഫ ഗവർണർമാരെ വിളിച്ചു ചേർത്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, രാജ്യം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ പല സമ്പത്തുകളും രേഖപ്പെടുത്തി വെക്കുന്നിടത്ത് വർഷം രേഖപ്പെടുത്തി വെക്കാൻ കഴിയാത്തത് കൊണ്ട് നഷ്ടമാകുന്നുണ്ട്. വിചാരിച്ചതുപോലെ അത് ക്രമീകരിക്കാൻ കഴിയുന്നില്ല. എന്താണ് പരിഹാരം? ആ കൂടിയാലോചനയുടെ ഫലമായിട്ട് ഉണ്ടായതിന്റെ ഔട്ട്പുട്ടാണ് ഇസ്ലാമികമായ കലണ്ടർ. സഹോദരങ്ങളെ, ഇതിങ്ങനെ പറയുന്നത് മനസ്സിൽ ഉറപ്പിക്കാനാണ്. പ്രവാചകന്റെ കാലഘട്ടത്ത് കലണ്ടർ ഇല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്ത് കലണ്ടർ ഇല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത്
ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി നികുതികളും രേഖകളും കത്തുകളും കൈമാറ്റങ്ങൾ ചെയ്യുന്നതിന് രാജ്യവിസ്തൃതി കൂടിയപ്പോൾ പലപ്പോഴും ഡേറ്റുകൾ വ്യത്യാസങ്ങൾ വന്നപ്പോൾ അതിന് പരിഹാരമായി കൂടിയാലോചിച്ചതിന്റെ അവസാനമാണ് കലണ്ടർ എന്ന രൂപമുണ്ടായത്. ശരി, കലണ്ടർ ഉണ്ടാക്കാം, അതിനവർക്ക് അടിസ്ഥാനമുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, ഒരു പ്രശ്നവുമില്ല. ഇന്ന ഇദ്ദത്ത ശുഹൂർ ഇൻദല്ലാഹ് 12 ശഹ്റൻ. അല്ലാഹു 12 മാസങ്ങളെ ലോകർക്ക് പടച്ചതമ്പുരാൻ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു തന്നെ 12 മാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. കലണ്ടറിന്റെ 12 മാസം അത് അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ശരി, ഇനി കലണ്ടർ ഉണ്ടാക്കണമല്ലോ, എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാകണം. ശരിക്കും മനസ്സിലേക്ക് വരണം, ഒരു മാനദണ്ഡത്തിൽ നിന്ന് കലണ്ടർ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഉദാഹരണമായി ഇന്ന് നമ്മുടെ വീട്ടിൽ 2025 എന്ന ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ. ആ 2025 എന്താണ്? ലോകമുണ്ടായിട്ട് 2025 എന്നാണോ? അല്ല. പിന്നെയോ അതിന്റെ മാനദണ്ഡം യേശുക്രിസ്തു ജനിച്ചത് മരിച്ചതിന് ശേഷം 2025 വർഷമായി എന്നതാണ്. അവർ അതിന് മാനദണ്ഡമായി എടുത്തത് ഈസാ നബിയുടെ, അവരുടെ ഭാഷ പ്രകാരം ജീസസ് ക്രൈസ്റ്റിന്റെ മരണമാണ്. ജീസസ് ക്രൈസ്റ്റിന്റെ മരണത്തിന് ശേഷം 2025, അടുത്ത വർഷം 2026 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈസാ നബി മരണപ്പെട്ടതിന് ശേഷം 2026 വർഷം കഴിഞ്ഞു എന്നാണ്. ഇങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടാകണം. ശരി, ഇസ്ലാമിക കലണ്ടറിന് മാനദണ്ഡം എന്ത്? സഹാബാക്കൾ ചർച്ച ചെയ്തു. ചിലർ പറഞ്ഞു പ്രവാചകൻ ജനിച്ച ആ വർഷം മുതൽ തുടങ്ങാം, പ്രവാചകൻ ജനിച്ച വർഷം മുതൽ തുടങ്ങാം. ചിലർ പറഞ്ഞു പ്രവാചകൻ മരണപ്പെട്ട വർഷം മുതൽ തുടങ്ങാം. മറ്റു ചിലർ പറഞ്ഞു ബദർ, നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് ബദർ മുതൽ തുടങ്ങാം. വേറെ ചിലർ പറഞ്ഞു നമ്മൾക്ക് ഹിദായത്തിന് കാരണമായത് വഹിയല്ലേ, വഹി കിട്ടിയ വർഷം മുതൽ തുടങ്ങാം. എന്നാൽ അവസാനം സ്വീകരിക്കപ്പെട്ടത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഇതെല്ലാം സമ്മിശ്രമായ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഹിജറ നൽകിയത്. നമ്മുടെ ഹിദായത്തിന് കാരണമായി, നമ്മുടെ തൗഹീദിന്റെ അടയാളപ്പെടുത്തലായി, നമ്മുടെ ഈമാൻ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് അള്ളാഹു പരിശോധിക്കുന്നതിന്റെ ഭാഗമായി നമ്മളിൽ നടത്തിയ ഏറ്റവും വലിയ ഉജ്ജ്വലമായ ജീവിതമാണ് ഹിജറ. അതുകൊണ്ട് ഹിജറ മുതൽ നമ്മൾക്ക് നമ്മുടെ കലണ്ടർ ഹിജറയെ മാനദണ്ഡമാക്കിയാലോ. എന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി, വല്ലദീന ഹാജറു ഫില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോയവരാണ്. മിൻ ബഅദി മാ ളുലിമു, പീഡനങ്ങളും അക്രമങ്ങളും ഏറ്റേറ്റ് കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടവരും കൈകാലുകൾ വെട്ടിയൊടുക്കപ്പെട്ടവരും ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടവരും പിതാവിന്റെ മുന്നിൽ നിന്നും മകനെ നിഷ്ഠൂരമായി കൊന്നവരും ഉമ്മയുടെ അമ്മിഞ്ഞപ്പായിൽ നിന്ന് പിടിച്ചു വലിച്ചൂരി കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചു മൂടിയവരുമുണ്ടായിട്ടും ആദർശത്തിൽ നിന്ന് പിന്മാറാതെ അവനവന്റെ ദീനിനു വേണ്ടി മദീനയിലേക്ക് പോയവരാണവർ. അള്ളാഹുവിന്റെ വാക്ക്, ലനുബവ്വി അന്നഹും ഫിദ്ദുനിയ ഹസന, അവർക്ക് ഈ ദുനിയാവിൽ ഞാൻ നന്മ രേഖപ്പെടുത്തും. വലൽ ആഖിറതി അക്ബറു അജ്റ, പരലോകത്തായിരിക്കും ഏറ്റവും വലിയ പുണ്യം. അതവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ. അതുകൊണ്ട് ഹിജറയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് തുടങ്ങിയാലോ. അങ്ങനെയാണ് അതിൽ എല്ലാവരും ഏകോപിച്ചു. ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. എന്നിട്ട് ഹിജറ മുതൽ ഇസ്ലാമിക കലണ്ടർ തുടങ്ങണം എന്ന മാനദണ്ഡം ഹിജറയായി മാറി. അതുകൊണ്ടാണ് നമ്മുടെ കലണ്ടറുകൾക്ക് അറബിക് കലണ്ടർ, ഇസ്ലാമിക കലണ്ടർ, ഹിജറ കലണ്ടർ എന്ന പേര് വന്നത്. ഹിജറയുടെ മാനദണ്ഡം ഇന്ന് 1447 മുഹറം 2 ആണ്. അതിന്റെ അർത്ഥം എന്താണ് സോങ്ങളെ? നമ്മൾ വെറുതെ പറഞ്ഞു പോകരുത്. ഇനിയെങ്കിലും ഇസ്ലാമിൽ പ്രവാചകനും സഹാബാക്കളും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയിട്ട് പാലായനം ചെയ്തിട്ട് 1447 വർഷം കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. വെറുതെ ഉണ്ടാക്കിയ കണക്കല്ല. അല്ല 756 എന്ന് പോലെ ആൾക്കാർ അന്ധവിശ്വാസത്തിന്റെ പേരിൽ എവിടെയെങ്കിലും 2 സംഖ്യ കൂട്ടിയാണ്ട് എഴുതിയതല്ല. ഹിജറ പോയിട്ട് 1447 കൊല്ലമായി എന്നതാണ് അതിന്റെ അർത്ഥം. ശരി, ഇപ്പോൾ ഹിജറ മാനദണ്ഡമായി 12 മാസമായി. പക്ഷേ ഇനി തുടങ്ങണമല്ലോ. ആദ്യത്തെ മാസം ഏതാകണം? വീണ്ടും ചർച്ച. സഹാബാക്കൾ വീണ്ടും ചർച്ച ചെയ്തു. ആദ്യത്തെ മാസം 12 മാസത്തിൽ ആദ്യത്തെ മാസം ഏതാകണം? ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിൽ ജനുവരി ആദ്യത്തെ മാസം വരാനുള്ള കാരണം എന്താണ്? കാരണം ഇത് ഗ്രീക്ക് കാലഘട്ടത്തെ, റോമ കാലഘട്ടത്തെ ആളുകൾ ഉണ്ടാക്കിയതാണ്. അവിടുത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കിയതാണ്.
റോമൻ ദേവന്മാരിലെ ഏറ്റവും പ്രധാനം തുടക്കക്കാർ, എല്ലാ നന്മയുടെയും തുടക്കമായിട്ട് അവർ കരുതുന്ന ദേവന്റെ പേരാണ് ജനുസ്. ആ വാക്കിൽ നിന്നാണ് ആ എല്ലാം തുടക്കവും ഖൈറിലാകട്ടെ എന്ന അവരുടെ മതവിശ്വാസ പ്രകാരമാണ് ജനുസ് എന്ന പേരിൽ നിന്ന് ജാനുവരി എന്ന പേരിലേക്ക് ഒന്നാമത്തെ മാസം തുടങ്ങിയത്. ഇസ്ലാമികമായി വീണ്ടിരുന്നു. എന്ത് 12 മാസങ്ങളിൽ മാസത്തിന്റെ പേരൊക്കെ അവർക്കറിയാം. പ്രവാചകൻ പഠിപ്പിച്ചതാണ്, അള്ളാഹു പറഞ്ഞതാണ്. എങ്കിൽ അതിൽ ഒന്നാമത്തെ മാസം ഏതാകണം? ചിലർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, റബീഉൽ അവ്വലാക്കാം, നബി ജനിച്ചതല്ലേ. ചിലർ പറഞ്ഞു വേണ്ട, റമദാനാക്കാം, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠകരമായ മാസമല്ലേ. പലരും ഹജ്ജിന് പോകുന്ന ദുൽഹിജ്ജയെ പറ്റി പറഞ്ഞു. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു മാസത്തെ പറ്റിയാണ്, റമദാനിന് പുറമെ ഒരു മാസത്തെ പറ്റിയാണ് അള്ളാഹു എന്റെ മാസം എന്ന് പറഞ്ഞത്. അത് മുഹറമാണ്. അതുകൊണ്ട് ഷഹ്റുല്ലാഹി മുഹറം, മുഹറം മുതൽ നമ്മുടെ മാസം തുടങ്ങിയാലോ, വർഷത്തിലെ ആദ്യത്തെ മാസമായി മുഹറത്തെ പരിഗണിച്ചാലോ 3 കാരണമാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 1, അള്ളാഹുവിന്റെ മാസം എന്ന് അല്ലാഹു പറഞ്ഞു. 2, ഹജ്ജിന് പോയ ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും തിരിച്ചു വരുന്ന മാസം മുഹറം മാസമാണ്. 3-ാമത്തേത്, നമ്മൾ ഇസ്ലാമിക കലണ്ടറിന്റെ മാനദണ്ഡമായി ഹിജറയാണല്ലോ പരിഗണിച്ചത്. ആ ഹിജറ നടന്നത് റബീഉൽ അവ്വലാണെങ്കിലും അതിന്റെ പ്രാരംഭത്തിലുള്ള ആലോചനകളും മുന്നൊരുക്കങ്ങളും എല്ലാം നടത്തിയത് മുഹറമിലാണ്. അതുകൊണ്ട് നമ്മൾക്ക് മുഹറമിനെ ഇസ്ലാമിക കലണ്ടറിലെ 1-ാമത്തെ മാസമായി പരിഗണിക്കാം. അങ്ങനെയാണ് ഇസ്ലാമിലെ ആദ്യത്തെ കലണ്ടർ രൂപീകൃതമായത്. ആദ്യത്തെ കലണ്ടറിന്റെ മുകളിലത്തെ ഹെഡിങ് എന്താണ് ഞങ്ങള് ഇന്ന് നമ്മൾ 2025 എഴുതുന്ന പോലെ ആദ്യത്തെ ഹെഡിങ് 17 എന്നാണ്. കാരണം ഹിജറ 17-നാണ് ആദ്യത്തെ കലണ്ടർ ഉണ്ടായത്. നമുക്കിത് അറിയണം എങ്ങനെ മുഹറം ആദ്യം വന്നത്, ഈ 12 മാസം ആരാ ഉണ്ടാക്കിയത്, ഇതെങ്ങനെയാണ് ഹിജറ മാനദണ്ഡമായി വന്നത്. സഹോദരങ്ങളെ, അത്രയും പവിത്രമായ മുഹറമിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ മാസത്തെ പറ്റി അള്ളാഹു പറഞ്ഞ ഇതാണ് 2-ാമത്തെ ഭാഗം. ഹിജറയുടെ കലണ്ടർ, ഇസ്ലാമിക കലണ്ടർ ഇങ്ങനെയാണ് വന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അതിൽ 1-ാമത്തെ മാസമായി പരിഗണിച്ച മുഹറമിലാണ്. മുഹറമിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത, മുഹറമിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ പ്രവാചകനും സഹാബാക്കളും നമ്മളോട് നിർദ്ദേശിച്ചു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറയുന്ന വാക്കുണ്ട്. നബിയുടെ അടുക്കിലേക്ക് ഒരു സഹാബി വന്നു, അയ്യു ലൈലത്തുൻ ഖൈറുൻ വ അയ്യു ശഹ്റിൻ അഫ്ളൽ. പ്രവാചകരെ, ലോകത്ത് രാത്രിയുടെ ഏത് സമയമാണ് ഏറ്റവും നല്ലത് ആരാധനക്ക്? റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധനക്ക് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ഏതാണ്? പ്രവാചകന്റെ വാക്ക്, ഖൈറുൽ ലൈലി ജൗഫുഹു. രാത്രിയിൽ ഏറ്റവും പടച്ചവന് ആരാധനക്ക് ഇഷ്ടം നമ്മൾ 1/3 പറയുന്ന അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയമാണ്. വ അഫ്ളൽ അശ്ഹുരിൻ. റമദാൻ കഴിഞ്ഞാൽ മാസങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ പിന്നീട് ആരാധനക്ക് ഇഷ്ടമുള്ള മാസം ഷഹ്റുല്ലാഹ് അല്ലദീ തദ്ഊനഹു മുഹറം. അള്ളാഹു സ്വന്തം പേരിനോട് ചേർത്ത് വെച്ച മുഹറം മാസമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മുഹറമിലേക്ക് എത്തിയാൽ കഴിയുന്ന ആളുകൾ അവർ ചെയ്യേണ്ടത് ഫയംബഗി അലൽ മുസ്ലിം, ഓരോ മുസ്ലിമും അവന്റെ മനസ്സിൽ രേഖപ്പെടുത്തി വെക്കണം, ഓർത്തു വെക്കണം. അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ അവൻ രേഖപ്പെടുത്തണം. അൻ യുക്സിറ ഫീഹി മിനൽ അഅമാലി സ്വാലിഹ, കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യണം എന്ന നിയ്യത്ത് അവനുണ്ടാകണം. ചെയ്യാൻ പറ്റുന്ന നന്മ എന്താണോ ചെയ്യാൻ പറ്റുന്നത്, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന സൽക്കർമ്മങ്ങളാണോ, എന്താകാം, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യും എന്നത് നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയണം. മിനസ്വാലിഹ് മിനസ്സിയാം, സുന്നത്ത് നോമ്പുകളാകാം, വസ്വദഖ ദാനധർമ്മങ്ങളാകാം, വദിക്ർ വൽ ഇസ്തിഗ്ഫാർ അല്ലാഹുവിന്റെ പേരിൽ പടച്ചവന് വേണ്ടി അദ്കാറുകൾ ചൊല്ലലാകാം, അല്ലാഹുവിനോട് പശ്ചാത്താപം ചോദിക്കലാകാം, എന്തുമാകാം. മുഹറമിൽ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേറ്റവും സുന്നത്താക്കി പഠിപ്പിക്കപ്പെട്ട 2 നോമ്പുകളും ഈ മാസത്തിൽ തന്നെയാണ്. അതാണ് മുഹറം 9, 10 ദിവസങ്ങളിലെ നോമ്പ്. നമ്മൾക്കറിയാം, പ്രവാചകൻ മദീനയിലേക്ക് ചെല്ലുമ്പോൾ യഹൂദന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ട് പ്രവാചകൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ നോമ്പ് നോൽക്കുന്നത്? ജൂതന്മാരെ, നിങ്ങൾ എന്തുകൊണ്ടാണ് അഹ്ലൽ കിതാബ്, ജൂതന്മാരെ നിങ്ങൾ എന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഹാദാ യൗമുൻ
നജ്ജി അല്ലാഹു ബനി ഇസ്രായീൽ അൻ അദൂബിഹിം ഫസ്വാമ മൂസ. ഇത് ഞങ്ങൾ നോമ്പ് നോൽക്കാനുള്ള കാരണം ഫിർഔനിൽ നിന്ന് മൂസാ നബിയെയും ബനൂ ഇസ്രായേലിനെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത് ഈ മുഹറം 10 അന്നാണ്. ഫിർഔനിന്റെ കിരാതമായ ഭരണത്തിന്റെ കീഴിൽ നിന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെയും ബനൂ ഇസ്രായേലിനെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത്, ചെങ്കടലിൽ മുക്കിക്കൊന്നത് മുഹറം 10 അന്നാണ്. അതിന്റെ സന്തോഷ സൂചകമായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമറ ബിസിയാമി, പ്രവാചകൻ പറഞ്ഞു എങ്കിൽ അടുത്ത വർഷം മുതൽ ഇതാ മുഹറം 10 ഓരോ മുസ്ലിമും നോമ്പ് നോൽക്കണം. എന്നിട്ട് പ്രവാചകന്റെ വാക്ക് പറഞ്ഞു ഇങ്ങനെ, ലഇൻ ബഖീതു ഇലാ ഖാബിൽ ലഅഖൂമന്ന അത്താസിഅ, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം എനിക്ക് ആയുസ് കിട്ടുകയാണെങ്കിൽ ഞാനിതാ മുഹറം 9 നോമ്പ് നോൽക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പുകൾ മുഹറം മാസത്തിന്റെ പ്രത്യേകതയായി ജീവിതത്തിൽ വരുന്ന ഒരു വർഷത്തെ പാപങ്ങൾ, ചെറിയ പാപങ്ങൾ പൊറുക്കാനായി അള്ളാഹു നിശ്ചയിച്ച സുന്നത്ത് നോമ്പുകൾ കൂടി ഈ മാസത്തിലുണ്ട്. അതല്ലാത്ത ദിവസങ്ങളിലും തുടർച്ചയല്ലാതെ ഇടക്കിടക്ക് നോമ്പുകൾ നോൽക്കാം, ഖുർആൻ പാരായണം ചെയ്യാം, സുന്നത്തുകൾ വർദ്ധിപ്പിക്കാം, അമലുകൾ വർദ്ധിപ്പിക്കാം. അള്ളാഹുവിന് പ്രിയപ്പെട്ട മാസമാണ്. ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസമായി രേഖപ്പെടുത്താൻ സഹാബാക്കൾ തിരഞ്ഞെടുത്ത മാസമാണ്. ഇനി ഇതിന്റെ ഭാഗമായി പറയേണ്ട മൂന്നാമത്തൊരു കാര്യം, ഇത്രയും സവിശേഷതയാർന്ന ഈ മാസത്തെ മുസ്ലിം സമുദായത്തിലെ വലിയ ഒരു വിഭാഗം സങ്കടകരമായ അന്ധവിശ്വാസത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും എത്തിപ്പെട്ടിരിക്കുന്നു എന്നതും എത്രമാത്രം സങ്കടം നരിശോങ്ങളെ. മുഹറം എന്ന പവിത്രമായ മാസത്തെ അള്ളിം റസൂലും ദീനും പവിത്രമാക്കിയതിനെ മുഹറത്തിലെ ആദ്യത്തെ 1 മുതൽ 10 ദിവസം വരെ നെഹ്സാണെന്നും അതിൽ സൽക്കർമ്മങ്ങൾ പാടില്ല എന്നും അതിൽ അവനവന്റെ ഭൗതികമായ പുണ്യകർമ്മങ്ങളോ നല്ല കാര്യങ്ങളോ ചെയ്താൽ ഫലവത്താവുകയില്ല എന്നതും ജീവിതത്തിൽ വിശ്വസിക്കുകയും ഇന്നും 2025 ആ വിശ്വാസം നെഞ്ചകത്ത് സൂക്ഷിച്ച് പതുങ്ങി ജീവിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. നമ്മൾ തൗഹീദിന്റെ മഹലിലായിരിക്കട്ടോ, പക്ഷെ നമ്മളെ മകളെ കെട്ടിച്ചത് തൗഹീദിന്റെ മഹലിലേക്കാകൂല. നമ്മളെ മകൻ കെട്ടിക്കൊണ്ടെന്നും തൗഹീദിന്റെ മഹലിലൊന്നാവൂല. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കോണ്ടി, 1 മുതൽ 10 വരെ, മുഹറം 1 മുതൽ 10 വരെ എന്താണ് വിശ്വാസം? ഇരുത്തിന് ചോദിച്ചാൽ അറിയും. എനിക്കിന്നും അറിയാം. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ, അദ്ദേഹം തറവാട്ട് വീട്ടിൽ നിന്ന്, മൂത്ത മകനാണ്, തറവാട്ട് വീട്ടിൽ നിന്ന് പെട്ടെന്ന് വീട് മാറേണ്ടി വന്നു. അവൻ പെട്ടെന്ന് വീട് കയറ്റേണ്ടതുകൊണ്ട് എല്ലാരുടെ കയ്യിൽ നിന്നും കുറച്ചീച്ച പൈസ കടം വാങ്ങി. എന്തിനാണ് ഇത്ര തോനെ കടം വാങ്ങുന്നത് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക്, പെട്ടെന്ന് മാറണം മാഷെ, അതുകൊണ്ടാണ് പെട്ടെന്ന് മാറണം. വീട് പണി കഴിഞ്ഞു. എല്ലാവരും അദ്ദേഹം വീട് കൂടൽ ഉടനെ നടത്തുന്നു വിചാരിച്ചെന്നപ്പോ അദ്ദേഹം നടത്തുന്നില്ല. ഇപ്പൊ എന്തേന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താ വെച്ചാൽ, തൗഹീദിന്റെ ആളാണ്, തൗഹീദുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇമ്മ പറഞ്ഞിക്കണ് 10 ഇങ്ങോട്ട് കഴിഞ്ഞോട്ടെ, മുഹറം 10 ഇങ്ങോട്ട് കഴിഞ്ഞോട്ടെ, വെറുതെ ഞാൻ റിസ്കിന് നിൽക്കണ്ട. അതിലാണ് ഷിർക്കിന്റെ തുടക്കം. ആ അവസാനം പറഞ്ഞ വാക്കുണ്ടല്ലോ, റിസ്കിന് നിൽക്കണ്ടാൻ, അതാണ് ഷിർക്കിന്റെ തുടക്കം. ഷിർക്കിന്റെ ഒന്നാമത്തെ തുടക്കം അതാണ്, റിസ്കിന് നിൽക്കണ്ടാൻ. മുഹറം 10 കഴിഞ്ഞോട്ടെ. എന്തേ മുഹറം 10ന്റെ പ്രശ്നം? 1 മുതൽ 10 വരെ എന്റെ പ്രശ്നം? കാറ് ബുക്ക് ചെയ്ത് 2 മാസം 3 മാസം മുന്നേ കാറ് ബുക്ക് ചെയ്ത് 12.5 ലക്ഷം ഉറുപ്പിക എടുത്തുകൊണ്ട് കാറ് ബുക്ക് ചെയ്തു. ഡെലിവറി ഓഫീസിൽ നിന്ന് വിളിച്ചു, വരാൻ വേണ്ടി പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വരുന്നതിന്റെ തലേ ദിവസം വിളിച്ചു, ഒരാഴ്ച ഹോൾഡ് ചെയ്യാനട്ടോ അങ്ങോട്ട് ഓഫീസിക്ക്. എന്തേ? ഒന്നുമില്ല, മുഹറം 4 വരാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ കൂടിയിട്ട്, ഇനിയിപ്പം എടുത്താണ്ട് വരുമ്പോ ആയും തന്നെ കുത്താൻ നിൽക്കണ്ട, തൗഹീദുള്ളവന്റെ വർത്താനാണ്, എടുത്തിട്ട് വരണ്ടാൻ, നിസ്കരിക്കുന്നുണ്ട്, നിസ്കാര ടൈമുണ്ട്, ഇവിടുന്ന് ബാക്കിയുള്ള വിഷയത്തിന്റെ പേരിൽ ചെറിയ ചെറിയ കാര്യത്തിന്റെ പേരിൽ അടിയുണ്ടാക്കണവരാണ്. സോ നിങ്ങൾ എവിടെയാണ് നമ്മുടെ വിശ്വാസം നിൽക്കണ അറിയോ? എവിടെയാണ്? അവനാന്റെ ജീവിതത്തിൽ എന്തിനേറെ നിശ്ചയിച്ച കല്യാണക്കത്ത് കൊടുത്തില്ല കേട്ടോ, നിശ്ചയിച്ച കുടുംബത്തിൽ നിശ്ചയിച്ച കല്യാണം 6 മാസം മുന്നേ നിശ്ചയിച്ചപ്പോ സ്വാഭാവികമായി ആഗസ്റ്റ് 12 അങ്ങനെയാണല്ലോ കൂട്ടുക. നിശ്ചയിച്ചത് പിന്നീട് മുഹറം 8 എന്ന് അറിഞ്ഞിട്ട് മാറ്റിയ മുസ്ലിമീങ്ങളുണ്ട്. അതിനെന്താ വർത്താനം പറഞ്ഞറിയോ? മൗലവി ഞമ്മക്കത് വിശ്വാസമല്ല, പക്ഷെ വരുന്നോലെ വിശ്വാസം നമ്മൾ പരിഗണിക്കണ്ടേ, അതാണ് ശിർക്കിന്റെ രണ്ടാമത്തെ ഭാഗം.
അതാണ് ശിർക്കിന്റെ രണ്ടാമത്തെ ഭാഗം. സഹോദരങ്ങളെ, അവനവന്റെ ജീവിതത്തിൽ ശിർക്ക് കലർന്നിട്ടുണ്ടോ? ഞാൻ വെറുതെ പറയല്ല, പ്രവാചകന്റെ വാക്കെന്തറിയോ? അത്തീറത്തു ശിർക്കുൻ നഹസ്, അപശകുനെന്ന് പറയല്, ദിവസങ്ങളെ മോശമാക്കല്. ആ ദിവസം മോശാണ്, ഈ സമയം മോശാന്ന് പറയുന്നത് തെറ്റല്ല, കുറ്റമല്ല, ശിർക്കാണ്. അഥവാ തെറ്റിനേക്കാൾ കുറ്റത്തെക്കാൾ ലോകത്തല്ല പൊറുക്കാത്ത പാപാണ്. കാരണം വിശ്വാസത്തിൽ മാലിന്യം കലർന്നതാണ്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ അതിന്റെ ഒരു ഗൗരവം ആലോചിച്ച് നോക്കി. സഹാബാക്കള് കൂടാ, മനസ്സിൽ നിന്ന് കൊണ്ടു നോക്കി. സഹാബാക്കള് കൂടുക. ആരാ സഹാബാക്കള്? നബിന്റേക്കും ദീന് പഠിച്ച റളിയല്ലാഹു അൻഹു അവര് കൂടിയിട്ട് ഇസ്ലാമിക കലണ്ടർ ഉണ്ടാക്കാൻ 12 മാസത്തിൽ ഏത് മാസം വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ട് അതിൽ മുഹറം 1 മുതൽ അവസാനം വരെ പവിത്രമാക്കപ്പെട്ട മാസമാണെന്ന് പറഞ്ഞിട്ട് അവർ രേഖപ്പെടുത്തിയിട്ട് നമ്മൾ പറയാ സഹാബാക്ക് തെറ്റിയതാണ്. അതിൽ ആദ്യത്തെ ഇസ്ലാമിക കലണ്ടറിലെ 1 മുതൽ 10 വരെ നല്ല കാര്യം ചെയ്യാൻ പറ്റാത്തത്, പരസ്പരം രണ്ടാൾക്കാർ കൂടിയിട്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒന്നിച്ച് ചേരാൻ പറ്റാത്തത്, പ്രസവത്തിന് വീട്ടിക്ക് മകളെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റാത്തത്, ഒരു പുതിയ ബിസിനസ്സോ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടത്താൻ പറ്റാത്തത്, വണ്ടി വാങ്ങാൻ പറ്റാത്തതാണ്. സഹാബാക്കൾക്കും പടച്ചോനും തെറ്റുപറ്റിയതാണ് എന്ന് വിശ്വാസത്തിന് ശിർക്ക് എന്ന് പറയാ. അതുണ്ട്, ഇല്ലാന്ന് ആരും പറയണ്ട, ഉണ്ട്. അവനാന്റെ വീട്ടിന്റെ അടുക്കളയിൽ പോയി ചോദിച്ചാൽ മതി, ഉണ്ടോ ഇല്ലേ. ധൈര്യമുള്ള എത്ര ആൾക്കാരുണ്ട് നമ്മളെ? ഇല്ലാന്ന് വായോണ്ട് പറഞ്ഞാ പോരാ. എത്ര ആൾക്കാർക്കുണ്ട് ധൈര്യത്തിൽ എന്റെ കല്യാണം, എന്റെ വീട് കൂടൽ, എന്റെ വാഹനം മുഹറം 1 മുതൽ 10 വരെ എനിക്കത് പ്രശ്നമല്ല. കാരണം ഖൈറു ശർറു അല്ലാഹ് തീരുമാനിക്കുന്നതാണ്. ഒരു ദിവസത്തിന്, ഒരു സമയത്തിന് ഷർറുണ്ടാക്കാൻ പടച്ചോൻ ഇന്ന് വരെ പറഞ്ഞെന്നിട്ടില്ല. അത് വിശ്വസിക്കൽ ശിർക്കാണ്. ലാ അദുവ വലാ തീറത വലാ സഫറ ഫിൽ ഇസ്ലാം, ലാ അദുവ വലാ തീറത വലാ ഹാമ. ഇസ്ലാമിൽ നഹസില്ല, കുറ്റിച്ചൂളാനില്ല. പടച്ചോന്റെ വിധിക്കപ്പുറം രോഗം പലർത്താൻ മറ്റുള്ളവർക്ക് കഴിയുമെന്ന വിശ്വാസം ഇസ്ലാമിലില്ല എന്നിട്ടാ പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെ വിശ്വസിച്ചാൽ നബിന്റെ വാക്ക് ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട്, നബിന്റെ വാക്ക് എന്നറിയോ? മൻ, നമ്മുടെ മഹല്ലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കടകളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്ത് നെഹസിന്റെ പേര് പറഞ്ഞിട്ട് മിൻഹാജത്തിൻ എന്തെങ്കിലും ഒരു കാര്യം മാറ്റിച്ചു, കഴിഞ്ഞോട്ടെ, ഇനിയിപ്പൊ അതിന് ചൊറുണ്ടാക്കണ്ടെന്ന് പറഞ്ഞ ഒരു സാധനം മാറ്റിച്ചു. നബിന്റെ വാക്കാട്ടോ, ഒരു സാധനം മാറ്റിച്ചു, തീർന്നോട്ടെ, ഇനിയിപ്പൊ അതിന് വർത്താനം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചൊരു സാധനം നഹസിന്റെ പേരിൽ ഒരാൾ മാറ്റിവെച്ചു, അപശകുനത്തിന്റെ പേരിൽ മാറ്റിവെച്ചു എങ്കിൽ ഫഖദ് അശ്റക, അവൻ ശിർക്കാ ചെയ്തത്. ഓ സംഘടനയിൽ പുറത്തായിന്നല്ല, ഓ ശിർക്കാ ചെയ്തത്. ഒരിക്കൽ പോലും പടച്ചോ സ്വർഗം കൊടുക്കാത്ത തെറ്റാ ചെയ്ത്. സഹാബാക്കൾ വെച്ച് നബിയെ അങ്ങനെങ്ങാനും നമ്മളെ മനസ്സിൽ തോന്നിക്കണമെങ്കിലോ, മാ കഫാറത്തു ദാലിക്, നമുക്കങ്ങനെ ചിലപ്പോ തോന്നിയാലോ, അതുകൊണ്ടാണോ ഇപ്പൊ ഇത് എന്ന് തോന്നിയാലോ, നബിന്റെ വാക്കെന്തറിയോ? അൻ യഖൂല അഹദുഹും, നിങ്ങളിങ്ങനെ ഉറക്കെ നിന്നിട്ട് പറയണം, അല്ലാഹുമ്മ, പടച്ചോനെ, ലാ ഖൈറ ഇല്ലാ ഖൈറുക്, നീ തരുന്ന ഖൈറല്ലാത്ത ഒരു ഖൈറും ഇല്ല. പടച്ചോനെ, നിനക്കല്ലാതെ ഒരു ഖൈറും തരാൻ കഴിയില്ല. വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക്, നീ നൽകുന്ന ശകുനമല്ലാത്ത ഒരു ശകുനവും ഒരു ചൊവ്വാഴ്ചക്കും ഒരു മുഹറം 1 മുതൽ 10 വരേക്കും തരാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. വലാ ഇലാഹ ഇല്ലാ ഗൈറുക്, നീയല്ലാതെ ഒരാരാധ്യനുമില്ല എന്ന് പറയണമെന്നാണ്. രണ്ടാമത് ദീനിക്ക് വരാനുള്ള കൽപ്പന നബിന്റേത്. ഇതുണ്ട്. നമ്മളെ പുതിയ കാലത്ത് നമുക്ക് തോന്നും ഇതൊക്കെ പണ്ടേന്നു അതിന്റെ ഇടയ്ക്ക് നിന്നേനി. ഇപ്പൊ എന്താ അറിയോ? ഇപ്പം യൂട്യൂബ് ഉണ്ടായതുകൊണ്ടേ മൗലവിമാർക്ക് വിഷയം ഉണ്ടാകാൻ. നിങ്ങൾ ഇന്ന് പോയിട്ട്, യുവാക്കളെ ഇന്ന് പോയിട്ട് യൂട്യൂബില് മുഹറം 1 മുതൽ 10 വരെ നടിച്ചു നോക്കി, 100 ലിസ്റ്റ് കാണാം. അതിൽ 90 ലിസ്റ്റ് എന്തൊക്കെ അറിയോ? 1 മുതൽ 10 വരെ നിങ്ങൾ അറിയാതെ പോലും ചെയ്തു പോകരുത്. ഹെഡിങ് ആണ്, അറിയാതെ പോലും ചെയ്തു പോകരുത്. അതിൽ വെക്കാൻ എന്താ അറിയോ? കല്യാണം നടത്താൻ പറ്റില്ല, സൽക്കാരം നടത്താൻ പറ്റില്ല. പുസ്തകം എഴുതിക്കണം കേരളത്തിൽ. മുഹറം 1 മുതൽ 10 വരെ ഇടയ്ക്ക് വീട് വെച്ചാൽ ആയുസ് അധികം ഉണ്ടാകൂല. കല്യാണം നടത്തിയാൽ ദാമ്പത്യം നീണ്ടു നിൽക്കൂല. വാഹനം വാങ്ങിയാൽ അധികം അതിൽ യാത്ര ചെയ്യാൻ പറ്റൂല. ബിസിനസ് തുടങ്ങിയാൽ ലാഭം അധികം കിട്ടൂല. ഗൾഫ് യാത്ര നടത്തിയാൽ അധിക കാലം അവിടെ നിൽക്കാൻ കഴിയില്ല. പുസ്തകം ബിസ്മി എഴുതിയിട്ട് പുസ്തകം എഴുതിയ നാടാ കേരളം. അതിന്റെ അന്ധവിശ്വാസത്തിന്റെ ചെറിയ ചെറിയ നാമ്പുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കൊടിയ ശിർക്കാണ്, കൊടിയ
ശിർക്ക് കൊടിയ ശിർക്കാണ്. അള്ളാഹ് പറയാ ഷഹറുല്ലാഹിൽ മുഹറം, എന്റെ മാസാനടാ 1 മുതൽ അവസാനം വരെ. നമ്മൾ പറയാ പടച്ചോൻ എങ്ങക്ക് തെറ്റി, 11 മുതൽ ബാക്കി അള്ളാഹുവേ നിന്റെ മാസമുള്ളൂ, ബാക്കിയൊക്കെ മോശമാണ്. നമ്മൾ അള്ളാഹിനെ അങ്ങോട്ട് പഠിപ്പിക്കുക. നബി പറയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് മുഹറം മുഴുവനും. നമ്മൾ പറയാം നബി എങ്ങക്കും തെറ്റി, മുഹറം 11 മുതലേ നല്ലതുള്ളൂ, 1 മുതൽ 10 വരെ മോശാണ്. സഹാബാക്കൾ തീരുമാനിക്കാൻ ഇസ്ലാമികമായ കലണ്ടർ തുടങ്ങാൻ ഏറ്റവും ഉത്കൃഷ്ടമായ മാസം മൊത്തമാണ് മുഹറം. നമ്മൾ സഹാബാക്കൾ പറയാൻ സഹാബാക്കൾ എങ്ങക്കും തെറ്റി, കാരണം 1 മുതൽ 10 വരെ മോശാണ്. നിങ്ങൾ എന്തെന്നിട്ടാണ് ഇസ്ലാമിക ഒന്നാമത്തെ കലണ്ടർ തന്നെ നെഹസുമ്മ തുടങ്ങിയത്? വീട്ടിൽ പോകുക 5 റുപ്യക്കും 10 റുപ്യക്കും 20 റുപ്യക്കും സംഘടനകളുടെയും യത്തീംഖാനകളുടെയും പുറമെയുള്ള യത്തീംഖാനകളുടെയും മറ്റു സ്ഥാപനങ്ങളുടെയും കലണ്ടറുകൾ നോക്കുക. സൈഡിൽ കൂടെ ഉണ്ടാവും എന്തറിയോ, നെഹസിന്റെ ദിവസങ്ങൾ. റമളാൻ 12 വരെ എഴുതിയിരിക്കും നെഹസ്. എവിടുന്ന് അതൊക്കെ ഉണ്ടാക്കുന്നത്? അവനാൻ എന്തെങ്കിലും ഉണ്ടാക്കുക. യൂട്യൂബിൽ ആളുകൾ അവനാൻ ഇഷ്ടമുള്ളത് ഇങ്ങനെ പറയുന്നത്. സ്ത്രീകൾ പേടിച്ചണ്ട, അത് ചെയ്യണ്ട, ഇക്കാക്കാണ്ട് അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട. ധീരമായ തൗഹീദിന്റെ വക്താക്കളാണ് നമ്മള്. പടച്ചോൻ തീരുമാനിക്കാതെ ഈ ലോകത്ത് 1 ഇഞ്ച് പോലും നമുക്ക് ഖൈറും ഷർറും വരുത്താൻ ലോകത്തൊരു മനുഷ്യന് കഴിയില്ല. നല്ല ദിവസങ്ങളുണ്ട്, പക്ഷെ ചീത്ത ദിവസങ്ങളില്ല. ശ്രേഷ്ഠകരമായ മാസങ്ങളുണ്ട്, ശ്രേഷ്ഠത കുറഞ്ഞ മാസങ്ങളില്ല. നല്ല സമയങ്ങൾ ചില ആരാധനയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മോശ സമയം എന്ന് പറഞ്ഞ ദീനിലില്ല, മറ്റു മതങ്ങളിലുണ്ട്. അതുകൊണ്ട് തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക, മുഹറം മാസത്തിലെ ആരാധന കൊണ്ട് സജീവമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ യുവാക്കളും യുവതികളും മക്കളൊക്കെ ഉണ്ടായത് കൊണ്ടൊരു കാര്യം കൂടി, മുതിർന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവും, എന്നാലും പറയാം. ഈ മനസ്സിലിങ്ങനെ ആലോചിക്കട്ടെ, ഈ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുക. അള്ള പവിത്രമാക്കിയൊരു സംഗതിയെ എങ്ങനെയാ പിന്നെ നമ്മുടെ നാട്ടില് മോശപ്പെട്ട ദിവസം ആയി മാറിയത് നമ്മൾ പഠിക്കണ്ടേ? ഇപ്പൊ ഹിജറ കലണ്ടർ പഠിച്ച പോലെ നമുക്കത് അറിയണ്ടേ എങ്ങനെ ഇത് ഉണ്ടായത്? ഉണ്ടായതാണ് മുസ്ലിം സമുദായത്തിൽ ഷിയാ വിശ്വാസം അറിഞ്ഞും അറിയാതെയും പേര് മാറ്റിയിട്ടുള്ളു കൂടെ അങ്ങനെ കയറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഖബർ കെട്ടിപ്പൊന്തിക്കൽ ഷിയാക്കളാണ്, ഖബർ പൂജ ഷിയാക്കളാണ്, കുത്തുറാത്തീബ് ഷിയാക്കളാണ്, എല്ലാം ഷിയാക്കളതാണ്. നമ്മൾ പേര് മാറ്റി നമ്മൾ ആൾക്കാർ അറിയാതെ, സാധുക്കൾ അറിയാതെ സ്വീകരിച്ചാണ്. അതിന്റെ ഭാഗമാണ് മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ്. എല്ലാവർക്കും അറിയാം, ഹിജറ 61 കർബല യുദ്ധമുണ്ടായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. എല്ലാവർക്കും വലിയ സങ്കടമുണ്ട്, കാരണം നമ്മുടെ പ്രവാചകന്റെ പേരക്കുട്ടിയാണ്. പക്ഷേ ഷിയാക്കൾക്ക് നബിന്റെ പേരക്കുട്ടി മാത്രമല്ല, ഇതാ നമ്മൾ തിരിച്ചറിയേണ്ട കേട്ടോ. ഷിയാക്കൾക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു നബിന്റെ പേരക്കുട്ടി മാത്രമല്ല, പിന്നെ ആരാ ഷിയാക്കൾക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു? അവരുടെ ആരാധനയുടെ ഭാഗമാണ്. ഷിയാക്കളുടെ വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെ അലി റളിയല്ലാഹു അൻഹുവാണ് പ്രവാചകനാകേണ്ടത്, ഖലീഫയാകേണ്ടത്. അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഈ 3 പേരും അലി റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചിട്ട് വഞ്ചിച്ചിട്ട് അധികാരം ഏറ്റെടുത്തതാണ്. അതുകൊണ്ടാണ് ഷിയാക്കൾ ഇപ്പൊ കൊണ്ടോട്ടി നേർച്ച കുറെ വർഷങ്ങൾക്ക് ഷിയാക്കൾ തുടങ്ങിയതായിരുന്നു, അത് നിന്നീനു. രണ്ടാമത് തുടങ്ങിയപ്പോൾ കണ്ടില്ലേ, പതാങ്ങനെ കെട്ടി, 1 അല്ലാഹ്, 2 മുഹമ്മദ്, 3 അലി, 4 ഹുസൈൻ. എന്തേ ഇതിൽ സിദ്ദീഖ് റളിയല്ലാഹു ഇല്ലാത്ത? അബൂബക്കർ റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹുവിനെയും നമ്മൾ പേരേക്കും റളിയല്ലാഹു അൻഹും എന്ന് പറയുമ്പം അവരുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്നാ പറയാ. ലഅനത്തുല്ലാഹി അലൈഹി നമ്മൾ ആരെ പേരേക്കുമ്പോഴാ പറയോ? ഇബ്ലീസിന്റെ പേരേക്കുമ്പോ. ആ വാചകാണ് ഷിയാക്കളുടെ അടിസ്ഥാന വിശ്വാസം. വിശദമായി പറയേണ്ട ചെറിയൊരു ഭാഗം പറഞ്ഞ്, ആ വിശ്വാസമുള്ളവർക്ക് പ്രവാചകന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിന് നബിക്ക് കിട്ടിയ പോലെ വഹി കിട്ടുന്നുണ്ട് എന്നാ വിശ്വാസം. നബിക്ക് കിട്ടിയ പോലെ റുസുലുകളിൽ പെട്ട ആളാണ് അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ്
ഗൾഫ് നാട്ടിൽ പോയ ഷിയാ പള്ളി പോയ വേണ്ട ഉത്തരേന്ത്യയിൽ പോയാലും കാണാം അവരുടെ ബാങ്കുകളിൽ കേട്ടില്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കൂട്ടത്തിൽ അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ് ഖലീഫയല്ല വലിയാൻ വഹയി കിട്ടുന്ന ആളാണ്. ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹുസൈൻ അവരുടെ ആരാധനയുടെ ഭാഗമാണ്. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു മരിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഷിയാക്കൾ മുഹറം മൊത്തം അവർ കരിദിനങ്ങളായി ആചരിക്കുന്നു. അതിലേറ്റവും പ്രധാനം 1 മുതൽ 10 വരെ. അതാണ് ഇനി യൂട്യൂബൊക്കെ യുവാക്കൾക്ക് അറിയാൻ വേണ്ടിട്ട് പറയാൻ. യൂട്യൂബിൽ പോയാൽ ഈ 10 ദിവസങ്ങൾ കാണാം. വടിവാളുകൾ, ചെയിനുകൾ, ചെറിയ ചെറിയ ആയുധങ്ങൾ, വലിയ വലിയ ആയുധങ്ങൾ കൂട്ടം കൂടി കറുത്ത ഡ്രസ്സ് ധരിച്ച് സ്ത്രീകളും പുരുഷന്മാരും സ്വന്തം ശരീരത്തിൽ വെട്ടി രക്തമൊഴുക്കി അതിൽ തക്ബീറുകൾ ചൊല്ലി യാ ഹുസൈൻ യാ അലി യാ ഹുസൈൻ യാ അലി എന്ന് പറഞ്ഞ് അതിൽ പരലോകത്തേക്ക് അവരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആചാരമാണ്, ആഘോഷമാണ് എന്ന് വിചാരിക്കുന്ന അബദ്ധമായ അനിസ്ലാമികമായ അന്ധവിശ്വാസം അവർ നടത്തുന്നത് കാണാം. അയിനാണ് കൂട്ടരെ ഉത്തറാത്തീബ് ഉണ്ടായത്. സാന്ദർഭികമായിട്ട് വരാം. അയിനാണ് അല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ എന്നുണ്ട് എല്ലാരും കൂട്ടിങ്ങനെന്നുണ്ട് അടുത്ത നടത്താനായിട്ട് കത്തിരുത്ത് കുത്തിയിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇതെങ്ങനെ നമ്മളെ നാട്ടിൽ വന്ന് ദീന്ന് വന്നതാണ്. അപ്പൊ അവരുടെ വിശ്വാസമാണ് 1 മുതൽ 10 വരെ കരിദിനമായി, നമ്മുടെ ഭാഷ പറഞ്ഞ കരിദിനമായി ആഘോഷിക്കണം. കറുത്ത വസ്ത്രമിടണം, സങ്കടങ്ങൾ ഉണ്ടാകണം, കല്യാണം നടത്താൻ പറ്റൂല, സൽക്കാരം നടത്താൻ പറ്റൂല, യാത്ര പോകാൻ പറ്റൂല. അത് വാചകം കൊണ്ട് ഷിയാക്കളെ എതിർക്കുന്ന നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ, നമ്മുടെ ഭാര്യ അറിയാതെ, നമ്മുടെ പെൺകുട്ടി അറിയാതെ, നമ്മുടെ അമ്മായിമ്മയും നമ്മുടെ അമ്മോശങ്കാക്കാരും നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരറിയാതെ അവിടെ ഹൃദയത്തിലേക്ക് അവർ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ വിശ്വാസം. അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടത് ജൂതന്മാരും ഷിയാക്കളെയും കൂടെ നിൽക്കണോ അള്ളാന്റെയും റസൂലുള്ളാഹിന്റെയും കൂടെ നിൽക്കണോ? അത് മുഹറത്തിന്റെ ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണം. നമ്മുടെ മക്കളോട് നമ്മളാൽ കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം മക്കളെ കൂടി പ്രേരിപ്പിക്കണം. ഇസ്ലാമിക് കലണ്ടർ മനസ്സിലായിട്ടുണ്ടാകും. അത് നമ്മുടെ മനസ്സിൽ ബോധ്യമുണ്ടാവുകയും നമ്മൾക്കറിയുന്ന രൂപത്തിൽ നമ്മുടെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഏറ്റവും പ്രധാനം മുഹറത്തെക്കുറിച്ചുള്ള ഈ അന്ധമായ അബദ്ധമായ വിശ്വാസം ഉമ്മമാരോടും സഹോദരിമാരോടും യൂട്യൂബ് കാണുന്ന ബാക്കി എല്ലാ വൃത്തികേടുണ്ടല്ലോ ഒഴിവാക്കണം. മുഹറവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീത്ത് മുഴുവൻ ഏകദേശം മിമ്പറുമെന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറം മുഹറത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പുകൾ ഇറങ്ങും. ഇസ്ലാമികമായ ഒരു പ്രമാണമല്ല. മുഹറത്തിൽ യാസീൻ 500 തവണ, ഫാത്തിഹയ്ക്ക് ശേഷം ഖുല്ലല്ലാഹു അഹദ് ബിസ്മിയോടുകൂടി 250 തവണ തേടിയാൽ നിങ്ങൾക്ക് അടുത്ത 5 വർഷത്തിന് മരണം ഉണ്ടാവില്ല, പരലോകത്ത് മിമ്പർ കിട്ടുന്നൊക്കെ പറഞ്ഞ ഒരുപാട് വഅദുകൾ കേൾക്കാനുണ്ട്. ഇതെല്ലാം അന്ധവിശ്വാസങ്ങളിലേക്കും പ്രമാണമല്ലാത്ത അബദ്ധമായ വിശ്വാസങ്ങളുമാണ്. ഇസ്ലാം പഠിപ്പിച്ച മുഹറത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുക, അന്ധവിശ്വാസത്തിലേക്കും ശിർക്കിലേക്കും പോകാതെ, ഷിയാ വിശ്വാസത്തിലേക്ക് പോകാതെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും തൗഹീദിൽ അടിയുറപ്പിച്ച് നമ്മുടെ ഹൃദയം വിശുദ്ധമാക്കി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാള നരകത്തിൽ നിന്നും, കഠിനമായ ശിക്ഷയിൽ നിന്നും, അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അള്ളാഹുവിനെ നേരിട്ട് മനസ്സിലാക്കുവാനും, പ്രവാചകനെ നേരിട്ട് മനസ്സിലാക്കാനും, ഇസ്ലാമിനെ നേരിട്ട് മനസ്സിലാക്കാനും, ഈ രീതിയിൽ തന്നെ അടിയുറച്ച് ജീവിച്ച് ആ തൗഹീദിൽ തന്നെ മരണപ്പെട്ടു പോകുവാനും നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ശിർക്കിലേക്ക് പോകാതെ, ബിദ്അത്തിലേക്ക് പോകാതെ ഞങ്ങളുടെ ഈമാനിനെ സംരക്ഷിച്ചു നിർത്താൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ, ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും തൊഴിൽ സംബന്ധമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ റഹ്മാനായ നാഥ നീ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികളും കേരളത്തിന്റെ പുറത്ത് അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സഹോദരിമാരുണ്ട്, മക്കളുണ്ട്, വാപ്പമാരുണ്ട്, എല്ലാവരുമുണ്ട്. റഹ്മാനായ നാഥ നീ അവർക്കെല്ലാം അവരുടെ വരുമാനങ്ങളിൽ
ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും വരുമാനങ്ങളിൽ ഹലാലായ വർധനവ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ദീനിനെ ശരിയായി മനസ്സിലാക്കുവാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനുമുള്ള ഈമാനും തഖ്വയും നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.